ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും എന്താണെന്നുണ്ടെങ്കിൽ ഗാന്ധി ഭവനിൽ നൗഫലിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഫാമിലി ഉൾപ്പെടെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. അത് ഫുഡ് എടുക്കാൻ നടക്കാനോ അമ്മേ ഓർമ്മയുണ്ടോ? ഞങ്ങളെപ്പോഴും പറയുമായിരുന്നു. പിന്നെ ഇവര് പറഞ്ഞ് സിസ്റ്ററൊക്കെ കാര്യം പറഞ്ഞ് ഇന്നത് പോലെയോ ഞങ്ങളെപ്പോഴും പറയുമായിരുന്നേ. നമ്മളെ മക്കളെ കണ്ടില്ലല്ലോ. ഉമ്മയെ വിളിക്കുന്നു അമ്മ. അമ്മേ എന്തോ സന്തോഷമായി സന്തോഷമായി. വാ 4 മാസം. എന്തുണ്ട് എവിടാ കാണുന്നില്ലല്ലോ ഇപ്പൊ. അവിടെ എത്തി നമ്മളെല്ലാവരും കണ്ട് സന്തോഷമായിട്ട് എല്ലാവരും സംസാരിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി അവിടെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും അവിടെ ഫ്രണ്ടിൽ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ആമിക്കുട്ടനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമിക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ നിൽക്കാവോ എന്ന് ഞങ്ങൾ പാട്ട് പാടിത്തരാം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ അമ്മമാരെല്ലാം ആമിക്കുട്ടനോട് ഇങ്ങനെ പറയാം. അപ്പോൾ അവിടെ എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ളൊരു അമ്മയാണിത്. അമ്മയാണെന്നുണ്ടെങ്കിൽ പറയാം, കുഞ്ഞിനെ കൊതു കുത്തും, പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ആ തുണിയൊക്കെ എടുത്തിട്ടേ. ഇങ്ങനെ അമ്മമാരോടൊപ്പം നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ വരാത്തിൻ്റെ പരിഭവമൊക്കെ അവർ പറയുകയൊക്കെ ചെയ്ത് നമ്മളെടുത്ത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചേച്ചി വന്ന് പ്രാർത്ഥന തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ മേഖലയായ പത്തനാപുരം ഗാന്ധി ഭവന്റെ ബ്രാഞ്ചായിട്ടുള്ള അയ്യാപറമ്പ ഗാന്ധി ഫണ്ട്സ് നേതൃത്വത്തിലെ കുടുംബം ഒത്തുകൊടുക്കുന്ന ഏറെ പ്രിയപ്പെട്ട മകൻ നൗഫലിന്റെ ജന്മദിന സന്തോഷം നമ്മുടെ അച്ഛനമ്മോടും പങ്കുവെക്കാൻ നമ്മുടെ അച്ഛനമ്മമാർക്ക് അനുദാനം ഒരുക്കിയാണ് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ എത്തിക്കുന്നത്. എല്ലാ മാസവും നമ്മുടെ അച്ഛനമ്മമാർക്കുള്ള കരുതൽ സ്നേഹവും ഒക്കെ ഈ കുടുംബം കടന്നു വരാറുമാണ്. 2-3 മാസമായിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ അച്ഛനമ്മമാർക്കുള്ള ഭക്ഷണം ഇവിടെ എത്തിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ എത്തിയ നാസറുദ്ദീൻ അവരുടെ ഏറെ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മകൻ നൗഫൽ അവരുടെ ഏറെ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളാണ് നൗഫലിന്റെ ബർത്ത്ഡേ ഈ പ്രാവശ്യം നമ്മൾ ഗാന്ധി ഭവനിലാണ് ആഘോഷിച്ചത്. അവിടെ ചെന്ന് എല്ലാ അമ്മമാർക്കും ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയി നമ്മളെ കണ്ടപ്പോഴത്തേക്ക്. നമ്മളൊരു 4 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അജ്മീർ ഡെലിവറി ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇപ്രാവശ്യം നമ്മളിവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഒപ്പം കേക്കെല്ലാം കട്ട് ചെയ്ത് അവർക്ക് ഫുഡെല്ലാം നമ്മൾ സെർവ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ വന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ അമ്മമാർക്കെല്ലാം പറഞ്ഞ ഒറ്റ കാര്യമായിരുന്നു, നിങ്ങൾ ഞങ്ങൾക്കൊന്നും കൊണ്ട് തന്നില്ലെങ്കിലും വേണ്ട, ഇടയ്ക്കൊക്കെ ഞങ്ങളൊന്ന് കണ്ടാൽ മതിയെന്ന്. ആ ഒരു വാക്ക് മതിയല്ലോ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. അതിപ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടാനുണ്ടോ. പിന്നെ എല്ലാവരോടൊപ്പം അവിടെ നല്ല സന്തോഷമായിട്ട് കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദ്യമേ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് കേക്കെല്ലാം കട്ട് ചെയ്ത് ഫുഡും കൊടുത്തിട്ടാണ് നമ്മൾ വന്നേപ്പോൾ. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോരുത്തർക്ക് നമ്മൾ സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. നമ്മൾക്ക് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടും. എപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് പ്രയോജനപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.